السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സൂറത്തുൽ ബഖറയിലെ 25-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്, ഓതി കേൾപ്പിച്ചത്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ 25-ാമത്തെ ആയത്തായിരുന്നു അതിൻ്റെ വിശദീകരണമായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ആ ആയത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. വബശ്ശിർ, നീ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക, അല്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്, വ അമിലു, പ്രവർത്തിക്കുകയും ചെയ്ത, അസ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ, അന്നലഹും, അവർക്കുണ്ടെന്ന്, ജന്നാത്തിൻ, ചില സ്വർഗങ്ങൾ, തജ്രി, ഒഴുകും, മിൻ തഹ്തിഹ, അതിൻ്റെ അടിയിലൂടെ, താഴ്ഭാഗത്തു കൂടി, അൽ അൻഹാർ, നദികൾ അല്ലെങ്കിൽ അരുവികൾ, കുല്ലമാ റുസിഖു, അവർക്ക് ആഹാരം നൽകപ്പെടുമ്പോഴൊക്കെ, മിൻഹ, അവിടത്തിൽ അല്ലെങ്കിൽ അതിൽ നിന്ന്, മിൻ സമറത്തിൻ, ഫലത്തിൽ നിന്ന് അല്ലെങ്കിൽ പഴത്തിൽ നിന്ന്, വല്ല ഫലവും, റിസ്ഖ, ആഹാരം, ഖാലു, അവർ പറയും, ഹാദാ, ഇത്, അല്ലദീ, യാതൊന്നാണ്, റുസിഖ്ന, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു, മിൻ ഖബ്ൽ, മുമ്പേ, വ ഉതു, അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ബിഹി, അതിനെ, മുതശാബിഹ, പരസ്പരം സാദൃശ്യമുള്ളതായി, വലഹും, അവർക്കുണ്ട് താനും, ഫീഹ, അതിൽ അല്ലെങ്കിൽ അവിടത്തിൽ, അസ്വാജുൻ, ഇണകൾ, മുതഹറ, പരിശുദ്ധമാക്കപ്പെട്ട, വഹും ഫീഹ, അവർ അതിൽ, ഖാലിദൂൻ, നിത്യവാസികളാണ്. ഇതാണ് ഈ ആയത്തിലെ പദങ്ങളുടെ അർത്ഥം. കഴിഞ്ഞ വചനത്തിൽ ഖുർആനിനെ നിഷേധിച്ചവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്തു. തുടർന്നുള്ള ഈ വചനത്തിൽ സത്യവിശ്വാസികൾക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സന്തോഷം അറിയിക്കുന്നു. ഖുർആൻ്റെ പ്രതിപാദന രീതികളിൽ ഒന്നാണിതെന്ന് മുഖവുരയിൽ മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇത് ഖുർആൻ പരിഭാഷയുടെ മുഖവുരയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിൽ വെച്ച് ഫലവർഗ്ഗങ്ങൾ അഥവാ പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കുവാൻ കൊടുക്കുമ്പോൾ ഇത് മുമ്പ് നൽകപ്പെട്ടതാണെന്ന് അവർ പറയുന്നതിൻ്റെ അർത്ഥം, ഇതിന് മുമ്പത്തെ പ്രാവശ്യം നൽകപ്പെട്ട ഫലങ്ങൾ തന്നെയാണല്ലോ ഇത് എന്നാണെന്നും, മുമ്പ് ഇഹലോകത്ത് വെച്ച് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ആ ഫലങ്ങൾ തന്നെയാണല്ലോ ഇത് എന്നും രണ്ട് അഭിപ്രായമുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഇതിന് മുമ്പത്തെ പ്രാവശ്യം നൽകപ്പെട്ട ഫലങ്ങൾ തന്നെയാണല്ലോ ഇത് എന്നും, മുമ്പ് ഇഹലോകത്ത് വെച്ച് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ആ ഫലങ്ങൾ തന്നെയാണല്ലോ ഇത് എന്നും രണ്ടഭിപ്രായമുണ്ട്. രണ്ടായാലും അങ്ങനെ പറയുവാൻ കാരണം വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവ പരസ്പരം സാദൃശ്യമുള്ളതായത് കൊണ്ടാകുന്നു. അതായത് രൂപത്തിലും വർണ്ണത്തിലുമൊക്കെ അവ ഒരുപോലെയായിരിക്കും, രുചിയിലും സ്വാദിലുമാകട്ടെ വ്യത്യസ്തങ്ങളുമായിരിക്കും. ദൃഷ്ടിയിൽപ്പെടുന്നത് ആകൃതിയും വർണ്ണവുമായിരിക്കുമല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി വന്നിട്ടുള്ള ഒരു റിവായത്ത് ഇവിടെ പ്രത്യേകം എടുത്തു പറയാണ്. ലൈസ ഫിദ് ദുനിയ മിമ്മാ ഫിൽ ജന്നത്തി ഇല്ലൽ അസ്മാ. ഇത് ഇമാം ഇബ്നു ജരീർ ഉദ്ധരിക്കുന്നതാണ്. സ്വർഗത്തിലുള്ള വസ്തുക്കളിൽ നിന്ന് പേരുകളല്ലാതെ ഇഹലോകത്തിൽ ഇല്ല. അഥവാ മാങ്ങ, മാതളം, കട്ടിൽ, മാംസം എന്നിങ്ങനെയുള്ള പേരുകളിൽ മാത്രമല്ലാതെ മറ്റു കാര്യങ്ങളിൽ അവക്ക് യാതൊരു സാദൃശ്യവുമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്.
സ്വർഗത്തിലെ വസ്തുക്കളെയും സ്ഥിതിഗതികളെയും കുറിച്ച് പറയുമ്പോൾ സദാ ഈ തത്വം ഓർമ്മിച്ചിരിക്കേണ്ടതാകുന്നു. ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏത് കാര്യങ്ങളും പേരിൽ മാത്രമേ സാദൃശ്യമുള്ളൂ എന്നർത്ഥം. നരകത്തിലെ വസ്തുക്കളുടെ സ്ഥിതിയും ഇതുതന്നെ. ഐഹിക വസ്തുക്കളുമായി അവയൊന്നും താരതമ്യം ചെയ്തുകൂടാത്തതാകുന്നു. പല ഖുർആൻ വചനങ്ങളിൽ നിന്നും നബി വചനങ്ങളിൽ നിന്നും അറിയപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണിത്. ഇനി അസ്വാജ് എന്നത് സൗജിൻ്റെ ബഹുവചനമാകുന്നു. ഇണകൾ എന്ന് വാക്കർത്ഥം. എല്ലാ തരം ഇണവസ്തുക്കളിലും അത് ഉപയോഗിക്കപ്പെടും. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാർ, ഭാര്യാഭർത്താക്കന്മാർ, ഭർത്താക്കൾ എന്നീ ഉദ്ദേശങ്ങളിലും ഉപയോഗിക്കപ്പെടും. എല്ലാം സന്ദർഭം കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ അതുകൊണ്ട് വിവക്ഷ ഭാര്യമാരാണെന്ന് വ്യക്തമാണ്. പരിശുദ്ധരാക്കപ്പെട്ടവർ, മുത്തഹറ എന്ന് പറഞ്ഞതിന് സാരം ശാരീരികവും പ്രകൃതിപരവും സ്വഭാവപരവും സൗന്ദര്യപരവുമായ എല്ലാ തരം വൈകല്യങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധരായവർ എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. സ്വർഗീയ ജീവിതം ശാശ്വതമായിരിക്കും, അതിന് അവസാനമോ ഭംഗമോ നേരിടുകയില്ല എന്നത്രേ അവരതിൽ നിത്യവാസികളാണ്. അതായത് വഹും ഫീഹ ഖാലിദൂൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ബുഖാരി, മുസ്ലിം റഹിമഹുമുള്ള മുതലായവർ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സ്വർഗക്കാർ സ്വർഗത്തിലും നരകക്കാർ നരകത്തിലും പ്രവേശിക്കും. പിന്നീട് ഒരാൾ അവർക്കിടയിൽ രംഗത്ത് വന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിക്കും, നരകക്കാരെ മരണമില്ല, സ്വർഗക്കാരെ മരണമില്ല, എല്ലാവരും അതതിൽ നിത്യവാസികളായിരിക്കും. ഇതൊരു ഹദീസാണ്. ഇനി അടുത്ത വചനം, 26-ാമത്തെ വചനം. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. ആ ആയത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലാ യസ്തഹി അവൻ ലജ്ജിക്കുകയില്ല അൻ യദ്രിബ ആക്കുവാൻ അല്ലെങ്കിൽ വിവരിക്കുന്നതിന് മസലമ്മ ഏതൊരു ഉപമയും അല്ലെങ്കിൽ എന്തൊരു ഉപമയും ബഊലത്തൻ ഒരു കൊതുകിനെ ആവട്ടെ ഫമാ ഫൗഖഹ അതിനു മീതെയുള്ളതിനെ ആവട്ടെ ഫഅമ്മ എന്നാൽ അപ്പോൾ അല്ലദീന ആമനു വിശ്വസിച്ചവർ ഫയഅലമൂന അവർ അറിയും അന്നഹുൽ ഹഖ് അത് യാഥാർത്ഥ്യം ആണെന്ന് മിർ റബ്ബിഹിം അവരുടെ റബ്ബിങ്കൽ നിന്ന് അമ്മല്ലദീന എന്നാൽ യാതൊരു കൂട്ടരാവട്ടെ കഫറു അവർ അവിശ്വസിച്ചിരിക്കുന്നു ഫയഖൂലൂന അവർ പറയും മാദാ എന്തൊന്നാണ് അറാദല്ലാഹു അല്ലാഹു ഉദ്ദേശിച്ചത് ബിഹാദ ഇതുകൊണ്ട് മസല ഉപമയായി യുദില്ലു ബിഹി അതുകൊണ്ട് അവൻ വഴിപ്പിഴവിലാക്കുന്നു കസീറൻ വളരെ ആളുകളെ വയഹ്ദി ബിഹി അതുകൊണ്ട് അവൻ നേർമാർഗത്തിലാക്കുന്നു കസീറ വളരെ ആളുകളെ വമാ യുദില്ലു ബിഹി അതുകൊണ്ട് അവൻ വഴിപ്പിഴവിലാക്കുകയില്ലതാനും ഇല്ലൽ ഫാസിഖീൻ തോന്നിയ വാസികളെ അല്ലാതെ. ഇതാണ് 26-ാമത്തെ ആയത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം. ഒന്നിച്ചർത്തുള്ള അർത്ഥം പിന്നെ മനസ്സിലാക്കിയാൽ മതി. തുടർന്ന് 27-ാമത്തെ ആയത്ത് الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. الذين അതായത് യാതൊരു കൂട്ടർ, അതായത് അള്ളാഹു ആരെയാണ് വഴികേടിലാക്കുക എന്നാണ് വിശദീകരിക്കുന്നത്. യാതൊരു കൂട്ടർ യൻഖുദൂന അവർ ലംഘിക്കും അഹ്ദല്ലാ അള്ളാഹുവിൻ്റെ ഉത്തരവ്, കൽപ്പന, കരാർ മിൻ ബഅദി ശേഷമായി മീസാഖിഹി അതിനെ ഉറപ്പിച്ചതിൻ്റെ വയഖ്തഊന അവർ മുറിക്കുകയും ചെയ്യും മാ അമറ കൽപ്പിച്ചതിനെ അല്ലാഹു ബിഹി അതിനെപ്പറ്റി അൻ യൂസല അത് ചേർക്കപ്പെടുവാൻ വയുഫ്സിദൂന അവർ നാശമുണ്ടാക്കുകയും ചെയ്യും ഫിൽ അർദി ഭൂമിയിൽ
ഉലായിക്ക അക്കൂട്ടർ ഹും അവർ തന്നെയാണ് അൽ ഖാസിറൂൻ നഷ്ടക്കാർ. ഇതാണ് 27-ാമത്തെ ആയത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം. കപടവിശ്വാസികളെ പറ്റി തീയിൻ്റെയും മഴയുടെയും ഉപമകൾ മുമ്പ് വിവരിച്ചല്ലോ, ഈ സൂറത്തിൽ തന്നെ നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കി. അതുപോലെ ചില സന്ദർഭങ്ങളിൽ ഈച്ച, എട്ടുകാലി മുതലായവയെയും ഖുർആനിൽ ഉപമകളാക്കിയിട്ടുണ്ട്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ഗ്രന്ഥത്തിൻ്റെ അന്തസ്സിന് നിരക്കാത്തതാണ് ഇതൊക്കെ എന്ന് കപടവിശ്വാസികൾ ആരോപിച്ചിരുന്നു. ഇങ്ങനത്തെ ഉപമയൊക്കെ ഖുർആനിന് യോജിച്ചതല്ല എന്ന നിലക്ക് അവർ ആരോപിച്ചിരുന്നു. അതിന് മറുപടിയാണ് ഈ വചനങ്ങളിലുള്ളത്. ഉപമയിലും ഉദാഹരണത്തിലും അടങ്ങിയ തത്വങ്ങളും സാദൃശ്യ ബന്ധങ്ങളും മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിക്കലാണല്ലോ അവ കൊണ്ട് ഉദ്ദേശ്യം. ഒരു ഉപമ അറിയുന്നത് എന്തിനാ? ആ കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഉപമയായി എടുത്തു കാട്ടിയ വസ്തുവിൻ്റെ ചെറുപ്പ വലുപ്പത്തിനോ സ്ഥാന പദവികൾക്കോ അതിൽ പ്രസക്തിയില്ല. ഒരു കൊതുകിനെ പോലെ നിസ്സാരമായ വല്ല വസ്തുവിനെയോ അതിനേക്കാൾ ഉപരിയായ മറ്റു വല്ല വസ്തുവിനെയോ ഉപമയായി എടുക്കുന്നതിൽ അള്ളാഹുവിന് ലജ്ജയൊന്നുമില്ല എന്നു പറഞ്ഞതിൻ്റെ താല്പര്യം അതാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉപമയാക്കപ്പെട്ട വസ്തുവെപ്പറ്റി ആരായാതെ ആ ഉപമയിലടങ്ങിയ തത്വരഹസ്യങ്ങളും വിജ്ഞാനങ്ങളും കരസ്ഥമാക്കുവാൻ ശ്രമിക്കുകയായിരിക്കും ചെയ്യുക. നേരെ മറിച്ച് അവിശ്വാസികൾ ഇതെന്തൊരു ഉപമയാണ്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശ്യം എന്നൊക്കെ പരിഹസിച്ച് തൃപ്തി അടയുകയും ചെയ്യും. ഇവരോടുള്ള പ്രതിഷേധവും താക്കീതുമാണ് യുദില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. അതായത് അതുമൂലം വളരെ ആളുകളെ അവൻ വഴിപിഴവിലാക്കുകയും വളരെ ആളുകളെ നേർമാർഗത്തിലാക്കുകയും ചെയ്യുന്നു എന്ന വാക്യം. അതായത് കപടവിശ്വാസികളും സത്യനിഷേധികളുമായുള്ളവർക്ക് അവരുടെ ദുർമാർഗവും നിഷേധവും വർദ്ധിക്കാനും സത്യവിശ്വാസികളായുള്ളവർക്ക് അവരുടെ സന്മാർഗവും വിശ്വാസവും വർദ്ധിക്കാനും അത് കാരണമായി തീരുന്നു. ഈ രണ്ടിൽ ഏതിലാണ് തങ്ങൾ ഉൾപ്പെടേണ്ടതെന്ന് അവർ ആലോചിക്കട്ടെ എന്നാണ് അതിലുള്ള സൂചന. ഒരു ന്യായമായ മാനദണ്ഡമൊന്നും കൂടാതെ ഏതെങ്കിലും കുറേ ആളുകളെ അള്ളാഹു നേർമാർഗത്തിലും വേറെ കുറേ ആളുകളെ ദുർമാർഗത്തിലും ആക്കുമെന്നല്ല ആ വാക്യത്തിൻ്റെ താല്പര്യം. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും എന്തെങ്കിലും വിവേചനം കൂടാതെ കുറേ ആൾക്കാർ സന്മാർഗത്തിലും കുറേ ആളുകളെ ദുർമാർഗത്തിലുമാക്കുമെന്നല്ല, മറിച്ച് രണ്ടിനും അവൻ മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ടെന്നും തൊട്ട വാക്യത്തിൽ തന്നെ അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതെ, വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, തോന്നിയ വാസികളെയല്ലാതെ അതുമൂലം അവൻ വഴിപിഴവിലാക്കുകയില്ല. അപ്പോൾ നേർവഴിയിലാക്കുന്നത് ആരെയായിരിക്കുമെന്ന് പിന്നെ പ്രസ്താവിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ആരെയാണ് അള്ളാഹു ദുർമാർഗത്തിലാക്കുക, ആരെയാണ് സന്മാർഗത്തിലാക്കുക എന്ന് വ്യക്തമാണ്. യഥാർത്ഥ മാർഗം വിട്ട് തെറ്റിപ്പോകൽ, കൽപ്പന ധിക്കരിക്കൽ, തോന്നിയ വാസം, തെമ്മാടിത്തം, ദുർനടപ്പ് എന്നൊക്കെ അർത്ഥമുള്ള ഫിസ്ഖ്, അതിൻ്റെ കർത്തൃനാമമാണ് ഫാസിഖ്. ഭാഷാർത്ഥം നോക്കുമ്പോൾ വിശ്വാസികളിലും അവിശ്വാസികളിലും കപടവിശ്വാസികളിലും ഫാസിഖുകൾ ഉണ്ടാവാം. എല്ലാവരെക്കുറിച്ചും ഖുർആനിൽ അത് ഉപയോഗിച്ച് കാണാവുന്നതുമാണ്. മതശാസനകൾ ലംഘിച്ചുകൊണ്ട് മതത്തിൻ്റെ അച്ചടക്കം പാലിക്കാത്തവരെ പറ്റിയാണ് പൊതുവിൽ അതിൻ്റെ ഉപയോഗം. ഇവിടെ വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, അതായത് അതുകൊണ്ട് തോന്നിയ വാസികളെ അല്ലാതെ അവൻ വഴിപിഴവിലാക്കുകയില്ല എന്ന് പറഞ്ഞത് അവിശ്വാസികൾ ഉദ്ദേശിച്ചാണെന്ന് വെക്കുവാനാണ് സാധ്യത. 27-ാം വചനത്തിൽ അവരുടെ ദുർഗുണങ്ങൾ വിവരിച്ച ശേഷം അവർ തന്നെയാണ് നഷ്ടക്കാർ എന്നും അതേ ദുർഗുണങ്ങളുള്ളവരെ പറ്റി സൂറത്തുർ റഅദ് 25-ൽ ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ, സൂറത്തുർ റഅദിലെ ഒരു ആയത്താണ്. അക്കൂട്ടർക്ക് തന്നെയാണ് ശാപം, അവർക്ക് തന്നെയാണ് ചീത്ത ഭവനവും എന്നും പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഇത് മനസ്സിലാക്കാവുന്നതാണ്. തോന്നിയവാസികളുടെ 3 ദുസ്സമ്പ്രദായങ്ങളാണ് അള്ളാഹു വിവരിച്ചത്. എന്തൊക്കെയാണ്? 1, അള്ളാഹുവിൻ്റെ ഉത്തരവ്, അതായത് അവനുള്ള കരാർ ലംഘിക്കൽ. 2, ചേർക്കുവാൻ കൽപ്പിക്കപ്പെട്ട ബന്ധം മുറിക്കൽ. 3, ഭൂമിയിൽ നാശമുണ്ടാക്കൽ. ഇതാണ് തോന്നിയവാസികളുടെ 3 ദുർഗുണങ്ങൾ, ദുസ്വഭാവങ്ങൾ. അഹദ് എന്ന പദത്തിനാണ് ഉത്തരവ് എന്ന് ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. സന്ദർഭവും തൊട്ടു നിൽക്കുന്ന അവ്യയങ്ങളുടെ സ്വഭാവവും അനുസരിച്ച് അതിന് പല അർത്ഥങ്ങളും വരാം. ഉടമ്പടി, ഈ വാക്കിൻ്റെ അഹദ് എന്നതിൻ്റെ അർത്ഥം പറയാണ്. ഉടമ്പടി, കരാർ, വസിയത്ത്,
ആജ്ഞ, ഉത്തരവ്, കൽപ്പന, പ്രതിജ്ഞ, പരിചയം, ഉത്തരവാദം, കാലം എന്നും മറ്റും സാമാന്യമായി പറഞ്ഞാൽ അള്ളാഹു ഉത്തരവിട്ടതും നിറവേറ്റുവാൻ മനുഷ്യൻ കടപ്പെട്ടതും മായ കാര്യം എന്നാണ് അവിടെ ഉദ്ദേശ്യം. എന്തൊക്കെയാണ്? അള്ളാഹു ഉത്തരവിട്ടതും അതേപോലെ തന്നെ നിറവേറ്റുവാൻ മനുഷ്യന് കടപ്പെട്ടതുമായ കാര്യം എന്നാണ് ഇവിടെ ഉദ്ദേശ്യം. പല മഹാന്മാരും പ്രസ്താവിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ഉത്തരവ് അഹ്ദുള്ള രണ്ട് പ്രകാരത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ ഉത്തരവ് രണ്ട് പ്രകാരത്തിലുണ്ട്. ഒന്ന്, മനുഷ്യരിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള വിശേഷ ബുദ്ധിയും പ്രകൃതി ദൃഷ്ടാന്തങ്ങളും മുഖേനയുള്ള ഉത്തരവ്. അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, ആരാധ്യത മുതലായവ ഗ്രഹിക്കുവാനും അംഗീകരിക്കുവാനും മനുഷ്യൻ ഇതു മുഖേന സ്വയം ബാധ്യസ്ഥനാകുന്നു. ഈ ബാധ്യത നിറവേറ്റാത്ത പക്ഷം മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഉത്തരവ് ലംഘിച്ചവനും അവനോടുള്ള കടമ ലംഘിച്ചവനുമാകുന്നു. എല്ലാ തരം അവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവർ തന്നെ. രണ്ടാമത്തത്, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, അസാധാരണ ദൃഷ്ടാന്തങ്ങൾ എന്നിവ മുഖേനയുള്ള ഉത്തരവ്. വേദക്കാരിലുള്ള അവിശ്വാസികളും കപടവിശ്വാസികളും ഈ അർത്ഥത്തിലുള്ള ഉത്തരവ് ലംഘിച്ചവരാകുന്നു. കപടവിശ്വാസികൾ ആദ്യം ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം ഏറ്റുപറയുന്നതോടുകൂടി തൗഹീദും പ്രവാചകത്വവും തങ്ങൾ സ്വീകരിച്ചുവെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഇനി ഇവിടെ അഹദ്, അതായത് അള്ളാഹുവിൻ്റെ ഉത്തരവ് കൊണ്ടുള്ള വിവക്ഷയെപ്പറ്റി വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഈ അഹദിനെ കുറിച്ച് വേറെ അഭിപ്രായങ്ങളുണ്ട്. ഉദാഹരണമായിട്ട്, ഒന്ന്, ആദം നബി അലൈഹി സ്വലാമിയെ സൃഷ്ടിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ സന്തതികൾ അള്ളാഹുവാണ് തങ്ങളുടെ റബ്ബ് എന്ന് ആത്മീയ ലോകത്ത് വെച്ച് സമ്മതിച്ചു സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതായി സൂറ അഅറാഫ് 172 അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരം സൂറത്തുൽ അഅറാഫിൽ വിവരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂലോകത്തേക്ക് പോരുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നാൽ അത് നിങ്ങൾ പിൻപറ്റേണ്ടതാണെന്ന് അള്ളാഹു ഉത്ബോധിപ്പിച്ചിട്ടുള്ളതായി അൽ ബഖറ 38-ലും ത്വാഹ 123-ലും അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഈ രണ്ട് സൂറത്തിലും അത് കാണാം. അതാണ് ഉദ്ദേശ്യം. വാസ്തവത്തിൽ ഇവയിൽ ഒന്നാമത്തെ അഭിപ്രായം ആദ്യം നാം പ്രസ്താവിച്ച രണ്ടു തരം ഉത്തരവുകളിൽ ഒന്നാമത്തെ ഇനത്തിലും രണ്ടാമത്തേത് അവയിൽ രണ്ടാമത്തെ ഇനത്തിലും ഉൾപ്പെട്ടതാകുന്നു. ഈ നേരത്തെ പറഞ്ഞ രണ്ടെണ്ണം ഉണ്ട്, ആ രണ്ടെണ്ണത്തിൽ ഉൾപ്പെട്ടതാണ് ഈ കാര്യങ്ങൾ എന്നർത്ഥം. ഇനി ചേർക്കുവാൻ അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളിൽ എന്തൊക്കെയാണ് ബന്ധങ്ങളിൽ പെടുക? രക്തബന്ധം, കുടുംബബന്ധം, സ്നേഹബന്ധം, അയൽപ്പക്ക ബന്ധം, മതബന്ധം, സാമൂഹ്യ ബന്ധം തുടങ്ങിയ എല്ലാ ന്യായമായ ബന്ധങ്ങളും ഉൾപ്പെടുന്നു. അള്ളാഹു ചേർക്കുവാൻ വേണ്ടി കൽപ്പിച്ച ബന്ധങ്ങളിലൊക്കെ പെടും. നബിസ്വല്ലല്ലാഹു കാലത്തുള്ള അവിശ്വാസികൾ ഈ വക ബന്ധങ്ങൾക്കെല്ലാം ഘടകവിരുദ്ധമായി ചെയ്തു കൂട്ടിയ അക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ലെന്നുള്ളത് പ്രസിദ്ധമാണ്. ഇതുപോലെ തന്നെ ഭൂമിയിൽ, അതായത് നാട്ടിൽ അവർ ഉണ്ടാക്കി തീർത്ത നാശങ്ങൾക്കും കുഴപ്പങ്ങൾക്കും കണക്കില്ല. മുനാഫിഖുകളും മുശ്രിക്കുകളും യഹൂദികളുമെല്ലാം തന്നെ ആ കച്ചവടങ്ങളിൽ അവരവരാൽ കഴിയുന്ന പങ്കുവഹിച്ചവരാണ്. ഓരോ കൂട്ടരും വഹിച്ച പങ്കിനനുസരിച്ച് ഇഹത്തിലും പരത്തിലും അവർക്ക് നഷ്ടം തന്നെ ബാധിക്കുകയും ചെയ്തു. അതെ, അവർ തന്നെയാണ് നഷ്ടക്കാരായത്. ഉലായിക ഹുമുൽ ഖാസിറൂൻ എന്ന് അള്ളാഹു പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാകട്ടെ സത്യവിശ്വാസികൾക്കാകട്ടെ ഇഹത്തിലും പരത്തിലും വിജയവും. അക്കാലത്തുള്ളവരെ സംബന്ധിച്ചാണ് ഈ വചനങ്ങളിലെ പ്രസ്താവന എന്ന് വെച്ച് പിന്നീടുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലെന്ന് കരുതേണ്ടതില്ല. എക്കാലത്തുമുള്ള അവിശ്വാസികളുടെയും കപടവിശ്വാസികളുടെയും പൊതുനില ഇതുതന്നെയാണെന്ന് ചരിത്രവും അനുഭവവും വെച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ അവസ്ഥ അന്നത്തെ കാലത്തെ ആളുകൾക്ക് മാത്രമല്ല ഏത് കാലത്തുള്ള ആളുകൾക്കും ബാധകമാകുന്നു എന്നർത്ഥം. ഇനി അടുത്ത വചനം 28-ാമത്തെ ആയത്ത്, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുതും അംവാതാ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. അതിലെ വാക്കുകളുടെ അർത്ഥം, കൈഫ എങ്ങനെ, തക്ഫുറൂന നിങ്ങൾ അവിശ്വസിക്കും, ബില്ലാഹി അള്ളാഹുവിൽ, വകൂതും നിങ്ങളായിരിക്കെ അംവാത നിർജീവികൾ, ഫഅഹ്യാക്കും എന്നിട്ടവൻ നിങ്ങളെ ജീവിപ്പിച്ചു, സുമ്മ പിന്നെ, യുമീത്തുക്കും നിങ്ങളെ അവൻ മരണപ്പെടുത്തുന്നു, സുമ്മ യുഹ്യീക്കും പിന്നെ നിങ്ങളെ അവൻ ജീവിപ്പിക്കുന്നു, സുമ്മ ഇലൈഹി
പിന്നെ അവരിലേക്ക് തന്നെ തുർജഊൻ നിങ്ങൾ മടക്കപ്പെടുന്നു. ഇതാണ് 28-ാമത്തെ ആയത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം. എങ്ങനെ നിങ്ങൾ അള്ളാഹുവിൽ അവിശ്വസിക്കും? നിങ്ങൾ നിർജീവികളായിരുന്നു, എന്നിട്ട് നിങ്ങളെ അവൻ ജീവിപ്പിച്ചിരിക്കുന്നു എന്നിരിക്കെ പിന്നെ അവൻ നിങ്ങളെ മരണപ്പെടുത്തുന്നു, പിന്നെ വീണ്ടും അവൻ നിങ്ങളെ ജീവിപ്പിക്കുന്നു, പിന്നെ അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നു. ഇതാണ് ഒന്നിച്ചുള്ള അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ അസ്തിത്വം, ഏകത്വം, കഴിവ്, പുനർജീവിതം ആദിയായവക്ക് മനുഷ്യൻ തന്നെ തെളിവാണെന്ന് ഈ വചനം മുഖേന അള്ളാഹു ഉണർത്തുന്നു. ഈ ജീവിത രംഗത്ത് വരുന്നതിന് മുമ്പ് അവൻ എന്തായിരുന്നു? ഈ ഭൂമിയിൽ നമ്മൾ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു? എവിടെയായിരുന്നു? അറ്റമില്ലാത്ത ആ ഭൂതകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക, അല്ലേ? എന്തൊക്കെയാണത്? ബീജം, ഇന്ദ്രിയം, ഭ്രൂണം എന്നിങ്ങനെയുള്ള അവൻ്റെ ചില ആദ്യ ദശകളെക്കുറിച്ച് അവന് ചിലതെല്ലാം പറയുവാൻ കഴിഞ്ഞേക്കും. അതിനു മുമ്പുള്ള അവസ്ഥയോ? അതാണ് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു ചോദിക്കുന്നത്. സൂറത്തുൽ ഇൻസാനിൽ കാണാം, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ. പറയത്തക്ക ഒരു വസ്തുവും ആയിരുന്നില്ലാത്ത ഒരു കാലഘട്ടം മനുഷ്യന് വന്നിരിക്കുന്നുവോ? സൂറത്തുൽ ഇൻസാനിലെ 1-ാമത്തെ ആയത്ത്. അതെ, ഏത് അർത്ഥത്തിലും എത്രയോ കാലം അവനൊരു അജ്ഞാതനായി കഴിഞ്ഞിട്ടുണ്ട്. അനന്തരം അവൻ ഒരു വസ്തുവായി, അതായത് ഒരു ജീവിയായി, ഒരു മനുഷ്യനായി അസ്തിത്വം പൂണ്ട് രംഗത്ത് വന്നു. കുറച്ചു കഴിയുമ്പോൾ അവൻ മരണമടയുന്നു. ആ ജീവിതം നൽകിയത് ആരാണ്? അള്ളാഹു. ആ മരണം നൽകിയത് ആരാണ്? അള്ളാഹു. മനുഷ്യൻ്റെ ഈ 3 അവസ്ഥയും അവന് നിഷേധിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ആ നീണ്ട നിർജീവാവസ്ഥയ്ക്കു ശേഷം അവനെ ഒരു ജീവിയാക്കി തീർത്ത അള്ളാഹുവിന് അവൻ്റെ മരണശേഷം അവന് വീണ്ടും ഒരു ജീവിതം നൽകുവാൻ കഴിയുകയില്ലെന്ന് പറയുവാൻ ന്യായമുണ്ടോ? ശുദ്ധശൂന്യതയിൽ നിന്ന് ജീവിതം നൽകിയവന് അർദ്ധശൂന്യതയിൽ നിന്ന് പിന്നെയും ജീവൻ ഉണ്ടാക്കുവാനുണ്ടോ വല്ല പ്രയാസവും? ഇതല്ലേ ആദ്യത്തിനേക്കാൾ എളുപ്പമായത്? സൂറത്ത് റൂമിലെ 28-ാമത്തെ ആയത്തിൽ കാണാം, വഹുവ അഹ്വനു അലൈഹി. എന്നാൽ ഈ 2-ാമത്തെ ജീവിതത്തോടു കൂടി എല്ലാം അവസാനിക്കുമോ? അപ്പം അതിൻ്റെ അർത്ഥം വഹുവ അഹ്വനു അലൈഹി എന്ന് പറഞ്ഞാൽ അത് അവന് ഏറ്റവും എളുപ്പമുള്ള കാര്യമാകുന്നു, 2-ാമത് പുനഃസൃഷ്ടി നടത്തുക എന്നത്. എന്നാൽ ഈ 2-ാമത്തെ ജീവിതത്തോടു കൂടി എല്ലാം അവസാനിക്കുമോ? ഇല്ല. കഴിഞ്ഞ ജീവിതത്തിൽ ചെയ്തു വെച്ച നന്മ തിന്മകളുടെ കണക്കു നോക്കി ലാഭനഷ്ടങ്ങൾ വീതിച്ചു കൊടുക്കപ്പെടുവാനായി അസ്തിത്വത്തിന് തുടക്കം നൽകിയ അതേ സൃഷ്ടികർത്താവായ അള്ളാഹുവിങ്കലേക്ക് ഒടുക്കം മനുഷ്യൻ മടക്കപ്പെടുകയും ചെയ്യും. അതാണ് സൂറത്തുൽ അഅറാഫിലെ 29-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, കമാ ബദഅക്കും തഊദൂൻ. നിങ്ങൾ തുടങ്ങിയതുപോലെ തന്നെ മടക്കപ്പെടുകയും ചെയ്യും, അല്ലെങ്കിൽ മടങ്ങുകയും ചെയ്യും എന്ന് പറഞ്ഞത്. ഇനി ഇതിലെ 29-ാമത്തെ ആയത്താണ്. ആ ആയത്തിൻ്റെ, അതായത് സൂറത്ത് അഅറാഫിൽ 29-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം, നിങ്ങളെ അവൻ ആദ്യം ഉണ്ടാക്കിയതുപോലെ നിങ്ങൾ വീണ്ടും മടങ്ങുന്നതാണ്. അതാണ് കമാ ബദഅക്കും തഊദൂൻ. ഇനി 29-ാമത്തെ ആയത്ത്, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ സുമ്മ ഇസ്തവാ അലൽ അർശ് ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. ഇതാണ് 29-ാമത്തെ ആയത്ത്. ഹുവല്ലദീ, അവൻ യാതൊരുവനാണ്, ഖലഖ സൃഷ്ടിച്ചു, ലക്കും നിങ്ങൾക്ക്, മാഫിൽ അർദി ഭൂമിയിലുള്ളതും, ജമീഅ മുഴുവനും, സുമ്മ പിന്നെ, ഇസ്തവ അവൻ ശരിക്കു നിന്നു, അല്ലെങ്കിൽ തിരിഞ്ഞു, ഇലസ്സമായി ആകാശത്തിലേക്ക്, ഫസവ്വാഹുന്ന എന്നിട്ട് അവയെ ശരിപ്പെടുത്തി, 7 സമാവാത്തിൻ ആകാശങ്ങൾ, വഹുവ അവൻ ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അല്ലെങ്കിൽ എല്ലാ വസ്തുവെപ്പറ്റിയും, അലീം അറിയുന്നവനാകുന്നു. ഇതാണ് 29-ാമത്തെ ആയത്ത്. അതായത് അവനത്ര നിങ്ങൾക്ക് ഭൂമിയിലുള്ളത് മുഴുവനും സൃഷ്ടിച്ചു തന്നവൻ. പിന്നെ അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞു, അവയെ 7 ആകാശങ്ങളാക്കി ശരിപ്പെടുത്തിയിരിക്കുന്നു. അവൻ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാകുന്നു. അതിൻ്റെ വ്യാഖ്യാനം, 3 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വചനത്തിൽ ഒന്നാമതായി അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള കണക്കറ്റ അനുഗ്രഹങ്ങളെയും, രണ്ടാമതായി അവൻ്റെ അപാരമായ കഴിവിനെയും, മൂന്നാമതായി അവൻ്റെ സർവജ്ഞതയെയും ചൂണ്ടിക്കാട്ടുന്നു. ഭൂമിയിൽ നിലവിലുള്ള വസ്തുക്കളെല്ലാം
മനുഷ്യന് വേണ്ടി മനുഷ്യൻ അതിൽ വാസം തുടങ്ങും മുമ്പ് തന്നെ അള്ളാഹു തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ, ഒരു കൂട്ടർക്കല്ലെങ്കിൽ മറ്റൊരു കൂട്ടർക്ക്, ഒരു തുറയിലല്ലെങ്കിൽ മറ്റൊരു തുറയിൽ മനുഷ്യന് ഉപകാരപ്പെടാത്ത ഒരു വസ്തുവും ഈ ഭൂലോകത്തിലില്ല എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ അടുത്ത നാളുകൾ വരെയും ആവശ്യം തോന്നിയിരുന്നിട്ടില്ലാത്ത, ചിലപ്പോൾ ഉപദ്രവകരം മാത്രമാണെന്ന് കരുതി വശായ എത്രയെത്ര വസ്തുക്കൾ ഇന്ന് മനുഷ്യന് അത്യാവശ്യ വസ്തുക്കളായി മാറിയിരിക്കുന്നു. ജനവർദ്ധനവ്, ജീവിത രീതിയിലുള്ള മാറ്റം, ശാസ്ത്രീയ പുരോഗതി, തുടർന്നുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ, ആകസ്മികമായ ചില അനുഭവങ്ങൾ എന്നിങ്ങനെയുള്ള കാരണങ്ങളാൽ മനുഷ്യാവശ്യങ്ങളും ഉപയോഗങ്ങളും കണ്ടുപിടുത്തങ്ങളും ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. ഖലഖ ലക്കും മാ ഫിൽ അർദ് ജമീഅ എന്ന വാക്യം എത്ര അർത്ഥഗർഭമാണെന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യ സൃഷ്ടിക്ക് അള്ളാഹു നൽകിയ മഹത്തായ സ്ഥാനത്തിലേക്കും ഈ വാക്യം സൂചന നൽകുന്നു. ഇതിനെപ്പറ്റി അടുത്ത വചനം മുതൽ വരുന്നുമുണ്ട്. അപ്പോൾ അതാണ് ആ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞത്. ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞതിന് താല്പര്യം ഏതൊരു വസ്തുവും ഏതൊരാൾക്കും അവരുടെ ഇഷ്ടം പോലെ നിരുപാധികം കൈകാര്യം ചെയ്യാമെന്നല്ല. മനുഷ്യ സമൂഹത്തിൻ്റെ പൊതുവെയുള്ള നന്മയ്ക്കു വേണ്ടിയാണ് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാകുന്നു. ഏതു വസ്തുവും യാതൊരു വ്യവസ്ഥയും നിയന്ത്രണവും കൂടാതെ എല്ലാവർക്കും കൈകാര്യം ചെയ്യാമെന്ന് വെക്കുന്ന പക്ഷം അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ആർക്കും ഊഹിച്ചറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏതാനും ചില ഉപാധികളും പരിമിതികളുമൊക്കെ മതത്തിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നതും. അപ്പോൾ യഥേഷ്ടം തോന്നിയ പോലെ ഉപയോഗിക്കാമെന്നല്ല, പക്ഷേ മനുഷ്യൻ്റെ ആവശ്യത്തിനും ഉപയോഗത്തിനും വേണ്ടിയാണ് ഈ ഭൂമിയിലുള്ള എല്ലാം അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നതെന്ന് ആണ് ഖലഖ ലക്കും മാ ഫിൽ അർദ് ജമീഅ എന്ന ആയത്തിന് താല്പര്യം. പിന്നെ അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞ് അവയെ 7 ആകാശങ്ങളാക്കി ശരിപ്പെടുത്തി. അതായത് സുമ്മസ്തവാ ഇല സമായി എന്ന വാക്യത്തിൽ നിന്ന് ഭൂമിയിലെ വിഭവങ്ങളെ സൃഷ്ടിച്ച ശേഷമാണ് ആകാശം സൃഷ്ടിച്ചതെന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുക. പക്ഷേ സൂറത്തുൻ നാസിആത്തിൽ ആകാശത്തെ നിർമ്മിച്ചു ശരിപ്പെടുത്തിയ വിവരം പ്രസ്താവിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതായത് സൂറത്തുൻ നാസിആത്തിലുള്ള ഒരു ആയത്താണ്, വൽ അർദ ബഅദ ദാലിക ദഹാഹാ, ഭൂമിയെ അതിനുശേഷം അവൻ പരത്തുകയും ചെയ്തു. നാസിആത്തിലെ 30-ാമത്തെ ആയത്ത്. അതിനാൽ ഇവിടെ പിന്നെ എന്ന അവ്യയം കാലക്രമത്തെ കുറിക്കുവാനുള്ളതല്ല, ഒരു വിഷയം സംസാരിച്ച ശേഷം മറ്റൊരു വിഷയത്തിലേക്ക് നീങ്ങുന്നതിനെ കുറിക്കുവാനുള്ളതാണ് എന്നത്രേ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പൊതുവിലുള്ള അഭിപ്രായം. അള്ളാഹുവിനറിയാം. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ആകാശഭൂമികളുടെ സൃഷ്ടിയെക്കുറിച്ച് സംബന്ധിച്ച് അല്പം വിശദമായി ഒരു വിവരണം സൂറത്ത് ഹാമീം സജദ 10 മുതൽ 12 വരെയുള്ള വചനങ്ങളിൽ കാണാവുന്നതാണ്. സൂറത്ത് ഫുസ്സിലത്ത് അല്ലെങ്കിൽ ഹാമീം സജദ ആ സൂറത്തിൽ കാണാവുന്നതാണ്. ആകാശങ്ങൾ 7 എണ്ണമാണ്. സബ്അ സമാവാത്തിൻ എന്ന് ഖുർആനിൽ 8-10 സ്ഥലങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ആധുനിക ഖഗോള ശാസ്ത്രത്തിന് 7 ആകാശങ്ങളെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഖുർആനിൽ സ്പഷ്ടമായ വാക്കുകളിൽ ആവർത്തിച്ച് പറയപ്പെട്ടിട്ടുള്ള ഈ പ്രസ്താവനയെ ചിലർ ചെയ്യാറുള്ളത് പോലെ അന്യത വ്യാഖ്യാനിച്ചു കൂടാത്തതാകുന്നു. അവയുടെ സ്രഷ്ടാവ് അവ 7 എണ്ണമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അതിനപ്പുറം കടന്നു വല്ലതും പറയുവാൻ ആർക്കും അവകാശവും അർഹതയുമില്ല. ശാസ്ത്രീയ നിഗമനങ്ങളാകട്ടെ മാറിക്കൊണ്ടിരിക്കുന്നതും 100% ശരിയെന്ന് ഒരു കാലത്ത് വിശ്വസിക്കപ്പെട്ട ഒരു സിദ്ധാന്തം പിന്നൊരു കാലത്ത് 100% തെറ്റാണെന്നും എന്ന് അതേ ശാസ്ത്രജ്ഞന്മാർ തന്നെ വിധി കൽപ്പിക്കുമാറ് മാറ്റങ്ങൾക്ക് വിധേയമായതുമാകുന്നു. അതാണ് സയൻസിൻ്റെ അവസ്ഥ എന്നർത്ഥം. എന്നാൽ 7-ൽ ഓരോന്നിൻ്റെ സ്വഭാവം, പ്രത്യേകത, അതിർത്തി മുതലായവയെക്കുറിച്ചൊന്നും നമുക്ക് വിധി പറയുക സാധ്യമല്ല. അള്ളാഹു തുറന്ന ഭാഷയിൽ പറഞ്ഞത് അപ്പടി വിശ്വസിക്കുക, അതിനപ്പുറത്തുള്ളതിൻ്റെ വിവരം അവനറിയാമെന്ന് വെച്ച് വിട്ടേക്കുക. ഇതേ നമുക്ക് നിവൃത്തിയുള്ളൂ. സൂറത്ത് മുഅ്മിനൂൻ 17-ൻ്റെയും സൂറത്ത് ത്വലാഖ് 12-ൻ്റെയും വ്യാഖ്യാനങ്ങളിൽ
ഈ ആയത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ കാണാൻ സാധിക്കും. ആകാശഭൂമികളെയും അവയിലെ സകല വസ്തുക്കളെയും അതിസമർത്ഥമായ രീതിയിൽ സൃഷ്ടിച്ചുണ്ടാക്കി വ്യവസ്ഥാപിതവും യുക്തവുമായ രീതിയിൽ നിയന്ത്രിച്ചു പരിപാലിച്ചു പോരുന്ന അള്ളാഹു ഭൂതവർത്തമാന ഭാവി കാല വ്യത്യാസമന്യേ സർവകാര്യങ്ങളെക്കുറിച്ചും ചെറുപ്പ വലിപ്പ വ്യത്യാസമന്യേ സകല വസ്തുക്കളെക്കുറിച്ചും അറിയുന്ന സർവജ്ഞൻ തന്നെ. അതാണ് വഹുവ ബികുല്ലി ഷൈഇൻ അലീം. എല്ലാത്തിനെക്കുറിച്ചും നന്നായി അറിയുന്നവനാകുന്നു അള്ളാഹു എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം അത് കൂടുതൽ അറിയാനും പഠിക്കാനും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതുവഴി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.